ഹലോ ഡോക്ടർ. ഹലോ. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയാണ് വന്നത്. പുള്ളിക്കാർക്ക് കുറച്ച് ദിവസമായിട്ട് ഇരിക്കാൻ കുറച്ച് പ്രശ്നങ്ങളും പിന്നെ ബാത്റൂം പോകുമ്പോൾ ചോര പോണതും ഒക്കെ ഉണ്ട്. അപ്പോൾ അതെന്തായിരിക്കും? പ്രധാനമായും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുകൾ രോഗികളായിട്ട് വരുന്നത് കൂടുതലും ആൾക്കാരിലും കണ്ടുവരുന്നത് പൈൽസ് എന്ന് പറഞ്ഞൊരവസ്ഥയാണ്. അപ്പം എന്താണ് പൈൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദഹന വ്യവസ്ഥയുടെ അവസാനത്തെ 4 സെൻറ്റിമീറ്റർ ഭാഗമാണ് നമ്മൾ മലദ്വാരം എന്ന് പറയപ്പെടുന്നത്. ഈ മലദ്വാരത്തിൽ സാധാരണയായിട്ട് നമുക്ക് പ്രകൃതി സൃഷ്ടിച്ചിട്ടുള്ള കുറേ രക്തക്കുഴലുകളുണ്ട്. രക്തക്കുഴലിൻ്റെ ഒരു കൂട്ടം, നമ്മളതിനെ വാസ്കുലർ കുഷ്യൻസ് എന്നാണ് പറയുന്നത്. സാധാരണ നമ്മൾ 3 ഭാഗങ്ങളിലായിട്ട് 3 കോർണേഴ്സിലാണ് ഇത് കാണുന്നത്. എന്താണ് ഇതിൻ്റെ പ്രധാനമായ പ്രവർത്തനം എന്ന് വെച്ചാൽ നമ്മുടെ മലദ്വാരത്തിന് സാധാരണഗതിയിലുള്ള ടൈറ്റ്നെസ് നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫങ്ഷൻ. ചില രോഗികളിൽ കാരണം അവരുടെ ഭക്ഷണ ഹാബിറ്റ്സ് കാരണമോ അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ കാരണമോ അല്ലെങ്കിൽ ഈ ടോയ്ലറ്റ് ഹാബിറ്റ്സ് കാരണമോ ഒരുപാട് സ്ട്രെയിനിങ്ങും കാര്യം മാറ്റിയിട്ട് ഈ കുഷ്യൻസ് താരോട്ട് പ്രൊലാപ്സ് ചെയ്ത് ഇറങ്ങി വരുന്നൊരവസ്ഥ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റൂൾ പാസ് ചെയ്യുന്ന സമയത്ത് ഇതിലൊരു തട്ടി ഉഴഞ്ഞിറങ്ങുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാവാം. ഇതാണ് നമ്മൾ പൈൽസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയായിരിക്കും? അപ്പം ഇതിൻ്റെ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ നമുക്ക് ഈ പറയുന്ന ഈ പ്രൊലാപ്സ്ഡ് ആയിട്ട് ഇറങ്ങി വന്ന വാസ്കുലർ കുഷ്യൻസിനെ അത് റിമൂവ് ചെയ്യുന്ന സർജറീസ്, അത് ഹെമോറോയിഡക്ടമി എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ പോസ്റ്റ് സർജറിക്ക് ശേഷം അത് ഇവിടുന്ന് മുറിച്ച് മാറ്റപ്പെടുന്നത് അവിടുത്തെ ആ ഭാഗത്തെ തൊലിയോട് ചേർന്ന് എടുക്കുന്നത് കാരണം രോഗികളിൽ കൂടുതലായിട്ട് പെയിൻ അനുഭവപ്പെടാറുണ്ടായിരുന്നു. നമ്മൾ പൈൽസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു വരികയാണെങ്കിൽ പണ്ട് കാലം മുതലേ നമ്മൾ ചെയ്തിരുന്നത് ഈ ഇറങ്ങി വന്നിട്ടുള്ള ഈ വാസ്കുലർ കുഷ്യൻസ്, അത് ഈ പൈൽസിനെ ആ ഭാഗത്തെ തൊലിയോട് ചേർത്തിട്ട് റിമൂവ് ചെയ്യുന്ന സർജറി, അതിന് ഹെമറോയിഡക്ടമി എന്ന സർജറീസ് ആണ് ചെയ്തിരുന്നത്. ഈ സർജറീസിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഓപ്പറേഷന് ശേഷം രോഗികളിൽ വലിയ രീതിയിലുള്ള വേദന അനുഭവപ്പെടാറുണ്ട്. ഈ ഒരു കാരണം തന്നെയാണ് പലപ്പോഴും രോഗികളെ ചികിത്സ തേടുന്നതെന്ന് പിന്നോട്ട് വലിച്ചിരുന്നത്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ അപ്പം ഒരുപാട് അഡ്വാൻസ്മെന്റ്സ് നമ്മൾ ഈ മേഖലയിൽ വന്നിട്ടുണ്ട്. ഒരുപാട് പെയിൻലെസ് ആയിട്ടുള്ള പല പ്രൊസീജിയറുകളും ഡെവലപ്ഡ് ആയിട്ടുണ്ട്. നമുക്ക് പ്രധാനമായും ഈ പെയിൻലെസ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് നമുക്ക് ലേസർ ഹെമറോഡോപ്ലാസ്റ്റി, മറ്റൊന്ന് സ്റ്റേപ്ലർ ഹെമറോഡോപ്ലെക്സി, പിന്നെ മറ്റൊന്ന് സ്യൂച്ചർ ഹെമറോഡോപ്ലെക്സി. ഇവയാണ് നമുക്ക് പെയിൻലെസ് ആയിട്ട് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ്. ഈ പ്രൊസീജിയേഴ്സിന്റെ എല്ലാം പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് എല്ലാം ഒരു ദിവസം കൊണ്ട് തന്നെ രോഗി രാവിലെ അഡ്മിറ്റ് ആവുന്നു, പ്രൊസീജിയർ ചെയ്യുന്നു, വൈകുന്നേരം അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാവുന്നതാണ്. വളരെ കംഫർട്ടബിൾ ആയിരിക്കും പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം. എക്സ്പെൻസീവ് ആണോ ഈ സർജറി? ഒരിക്കലുമല്ല. ഈ സർജറീസ് ഒന്നും വലിയ എക്സ്പെൻസീവ് ഒന്നും അല്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് കെയർ അതാണ് അതൊരു വലിയ ഒരു പ്രധാനമായ ചോദ്യമാണ്. പൈൽസ് ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്, അതായത് നമ്മുടെ ദിനചര്യകളാണ്. അതിൽ നിന്നുള്ള ഒരു മോഡിഫിക്കേഷൻസ് അനിവാര്യമാണ്. അതായത് നമ്മൾ കൂടുതലായിട്ടും വെള്ളം കുടിക്കുക, കൂടുതൽ ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക, പിന്നെ നമ്മുടെ ഒരു അൺഹെൽത്തി ടോയ്ലറ്റ് ഹാബിറ്റ്സ് ഉണ്ട്. പലരും ടോയ്ലറ്റിൽ പോയി ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യുന്ന സ്ട്രെയിൻ ചെയ്യുന്ന ആ ഒരു രീതി കണ്ടുവരാം. ഇത് ടോട്ടലി നമ്മൾ അബോളിഷ് ചെയ്യണം, അത് ടോട്ടലി നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ ക്രമീകരണങ്ങളും അതുപോലെ ചെയ്യണം. സർജറി ചെയ്തുകൊണ്ട് മാത്രം ഒരിക്കലും രോഗിക്ക് പൂർണ്ണ രോഗശമനം കിട്ടുകയില്ല. ഈ ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ തുടർന്നും അങ്ങ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ സമൂഹത്തിൽ കണ്ടുവരുന്നത് പൈൽസ് എന്ന് പറയാൻ തന്നെ ആൾക്കാർക്ക് ഒരു ആക്ഷേപമുള്ളതായിട്ടോ ഈ ട്രീറ്റ്മെൻറ്റ് സ്വീകരിക്കാൻ വളരെ മടി കാണിക്കുന്ന ഒരു സാഹചര്യം കണ്ടുവരാറുണ്ട്. ഞാൻ പറയുക എന്നുള്ളത് അതിനോട് ഒരു ആവശ്യവുമില്ല തന്നെ. നമ്മുടെ കാലിൽ വെരിക്കോസ് ഉണ്ടാകുന്ന പോലെ തന്നെ മറ്റൊരു സംഗതിയാണ് നമ്മുടെ മലദ്വാരത്തിനുണ്ടാകുന്ന പൈൽസ്. അതുകൊണ്ട് എത്രയും വേഗം തന്നെ അതിന് ചികിത്സ നേടുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായ കാര്യം. നമുക്ക് VSM ഹോസ്പിറ്റലിൽ ഈ പറഞ്ഞ എല്ലാ പെയിൻലെസ് പ്രൊസീജിയറുകളും അവൈലബിൾ ആണ്. നമുക്ക് കൂടുതലായിട്ടുള്ള സംശയ നിവാരണത്തിനും ചികിത്സയ്ക്കുമായി ആശുപത്രിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്.